ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിൽ 56-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന കർമ്മങ്ങളുടെ ഒരു നൈരന്തര്യത്തെക്കുറിച്ചാണ് ഗുരു സൂചിപ്പിക്കുന്നത്. കടലിലെ തിരമാലകളോടാണ് ഗുരു അത് ഉപമിച്ചിരിക്കുന്നത്. നിരന്തരമായിട്ടുള്ള തിരമാലകൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ തിരകൾ അടങ്ങിയിട്ട് നമുക്ക് കടലിൽ ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ തീരം വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവിടെ തിര ഇല്ല, ശാന്തമായിട്ടുള്ള കടലാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലും കർമ്മങ്ങളുടെ ഒരു നൈരന്തര്യം. കർമ്മം ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ശ്വസിക്കുന്നത് ഒരു കർമ്മമാണ്. അത് യാന്ത്രികമായിട്ട് നടക്കുന്നു എന്ന് നമുക്ക് തോന്നുകയാണ്. പക്ഷെ നമുക്ക് ശ്വാസം മുട്ടോ അതുപോലെ എന്തെങ്കിലും വരുമ്പോഴാണ് അതിനുവേണ്ടി എത്രയോ നമ്മൾ സ്ട്രെയിൻ കൊടുക്കേണ്ടി വരുന്നു. അപ്പം നമ്മളുടെ ഓർഗൻസ് എല്ലാം കൃത്യമായ രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റ് യാതൊരു ബുദ്ധിമുട്ടുകളും നമ്മൾ അറിയുന്നില്ല. അത് വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു ഓർഗന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് മറ്റെല്ലാം താളം തെറ്റിപ്പോകുന്നത് നമ്മൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ മനുഷ്യ ജന്മം, അവൻ ജനിക്കണ അന്ന് തുടങ്ങി അവന് കർമ്മം ഉണ്ട്. കർമ്മമില്ലാത്ത ഒരു സെക്കൻഡ് പോലുമില്ല. നമ്മൾ ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ പോലും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ല. ഈ മനസ്സ് അവിടെ ഇല്ലാത്തത് കൊണ്ട് അറിയുന്നില്ല എന്ന് മാത്രം. മനസ്സ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഞാൻ ഇല്ലാതാകുന്നില്ല. കാരണം അവിടെ അതിനും സാക്ഷിയായിട്ട് വർത്തിക്കുന്നതാണ് താൻ എന്നുള്ള ബോധ്യത്തിലേക്ക് അവൻ കടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഗുരു പറയുന്നു, കടലിൽ എഴും തിര പോലെ ഉടനേറി ഉയർന്ന് അമർന്നിടുന്നു. മുടിവിതിനെങ്ങിതു ഹന്ത മൂലസംവിത് കടലില ജസ്രവുമുള്ള കർമ്മമത്രേ. അപ്പോൾ കടലിലെഴും തിര പോലെ കായം ശരീരമാണ്. ഇവിടെ ഈ കടലിലെ തിര പോലെ ഇഷ്ടംപോലെ ശരീരങ്ങൾ ഇവിടെ എടുത്ത് പോകുന്നു. അതായത് അനേക ജന്മങ്ങൾ നമ്മൾ എടുക്കുകയാണ്. പുനരഭിജനനം, പുനരഭിമരണം. ഇവിടെ നിരന്തരമായിട്ട് അനുസ്യൂതം ഈ ജന്മം ഒരു ജീവൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ശരീരം. എന്തുകൊണ്ടാണ്? അവൻ അതിനു മാത്രം കർമ്മങ്ങൾ ചെയ്ത് ഇരിക്കുകയാണ്. അവൻ്റെ വാസനകൾ, ആ വാസനകൾ തീരാൻ വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങൾ, ഈ ശരീരമെടുത്ത് ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത് അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ അത് തീരുന്നില്ല. എന്തുകൊണ്ട് തീരുന്നില്ല? അവിടെ അറിവ് ഉണ്ടാകാത്തത് കൊണ്ട് തീരുന്നില്ല. അപ്പോൾ കടലിൽ എപ്രകാരമാണോ ഈ തിരകൾ ഉണ്ടാകുന്നത്, അതേപോലെ അറിവില്ലാത്ത സമയത്ത് ഈ ധാരാളം ഈ ശരീരങ്ങളെടുത്ത് ജന്മങ്ങളെടുത്ത് പോകുകയാണ്. മൂലസംവിത് കടലിൽ അജസ്രം. അപ്പോൾ മൂലസംവിത് കടൽ, ഇവിടെ അറിവാകുന്ന ആ മൂലസമുദ്രം. ഇപ്പോൾ ഗുരു എപ്പോഴും ഉപയോഗിക്കുന്ന ഈ അനന്തമായിട്ടുള്ള ആ പരമ്പൊരുളിനെ ഗുരു അറിവെന്നാണ് പറയുന്നത്. അത് ആനന്ദക്കടൽ എന്നും ഗുരു പറയുന്നുണ്ട്. അഖണ്ഡബോധമെന്ന് പറയുന്നുണ്ട്. അതിനെ തന്നെയാണ് പരബ്രഹ്മമെന്നും പരമ്പൊരുളെന്നും ദൈവമെന്നും ഒക്കെ ഓരോ വാക്കുകൾ മാറ്റി മാറ്റി പറയുന്നത്. ഇതിൻ്റെ എല്ലാം അടിത്തറ തിരകളും കുമിളകളുമൊക്കെ ഉണ്ടാകുമ്പോഴും അത് ജലത്തിൽ നിന്നും അന്യമല്ല എന്നുള്ള
അറിവ് ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളമാണ് ഇത് തിരകളായിട്ടും കുമിളകളായിട്ടും ഒക്കെ കാണുന്നത്. നേരെ മറിച്ച് ആ കാറ്റടിക്കാതെ ആ അറിവില്ലായ്മ എപ്പോഴാണ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത്? അപ്പോൾ ശാന്തമാവുകയാണ്. ഇതിൽ നിന്നാണ് അതെല്ലാം ഉണ്ടായിട്ടുള്ളത്. എപ്രകാരമാണോ സ്വർണത്തിൽ നിന്ന് വളകളും മോതിരങ്ങളും അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ട ആഭരണങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്, ഒരു ഗോൾഡ് സ്മിത്തിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുൻപിൽ സ്വർണം മാത്രമാണുള്ളത്. നേരെ മറിച്ച് ഭ്രമം അല്ലെങ്കിൽ മായ അതിൽപ്പെട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ആ മോഡലിലാണ് അവരുടെ കണ്ണ്. അവർ സ്വർണത്തെ കാണുന്നില്ല, ആ ഡിസൈനിലാണ് കണ്ണ്. അതുകൊണ്ട് എന്ത് പറ്റുന്നു? അവർ ഇങ്ങനെയുള്ള ആളുകളെ വീണ്ടും വീണ്ടും പറ്റിക്കുകയാണ്. കാരണം ഇത് കാണിച്ചവൻ പണം ഉണ്ടാക്കുകയാണ്. ഇന്ന് സ്വർണത്തിൻ്റെ വില എവിടെയോ പോയി നിൽക്കുകയാണ്. പാവപ്പെട്ടവനും സ്വർണം വാങ്ങിച്ച് കൂട്ടി അവൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കണം. അതിനൊക്കെ എത്രയോ ഡിമാൻഡുകളാണ്. അപ്പോൾ അത്രയും സ്വർണം കൊടുത്തില്ലെങ്കിൽ പയ്യന്മാർ വിവാഹം കഴിക്കാൻ വരില്ല. ഇനി അഥവാ പയ്യന്മാർ വന്നാലും അവർ വീട്ടുകാർ സമ്മതിക്കില്ല. അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ വിവാഹമോചനത്തിലേക്കും ആത്മഹത്യയിലേക്കും അതുപോലെ തന്നെ മറ്റ് ഒരുപാട് സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കും മാറുകയാണ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ സങ്കീർണമായിരിക്കുമ്പോഴും അതിൽ നിന്ന് വെളിയിൽ വരണമെന്നുള്ള ആ ഒരു അറിവ് ഈ മനുഷ്യർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വിചിത്രമായിട്ടുള്ള അനുഭവം. ഇത്രയും ദുഃഖങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവൻ ഇതിൻ്റെ മൂലകാരണമെന്ന് പറയുന്നത് ആനന്ദ സ്വരൂപമായിട്ടുള്ള ആ ചൈതന്യമാണ്, തൻ്റെ സ്വരൂപമാണ്. ഈ കാണുന്നതെല്ലാം ഭ്രമമാണ്. ഈ തിരകൾ ഇതിങ്ങനെ ഉണ്ടാകുന്നതാണ്, അത് മായയിൽ നിന്നുണ്ടാകുന്നതാണ് എന്നറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് മാറാൻ പറ്റുന്നില്ല? തീർച്ചയായിട്ടും ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറിയാൽ മാത്രമേ നമ്മുടെ ദുഃഖങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ഏവർക്കും കഴിയട്ടെ. നമസ്കാരം.